അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷങ്ങൾ കടമുള്ള ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എന്നാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് ദുആകൾ കടമുള്ളവർ, കടം കൊണ്ട് വേവലാതിപ്പെടുന്നവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവർക്കൊക്കെ പരിഹാരം നൽകുന്ന ഹദീസുകൾ, ദുആകൾ ഒരുപാടുണ്ട്. അത്തരത്തിൽ കടത്താൽ പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ കടങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും അത് വീടപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കൂടെ ഏറ്റു ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു ദുആയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഉഹദ് മല എന്ന് പറയുന്ന വളരെ വിശാലമായ 6 കിലോമീറ്ററോളം ദൂരമുള്ള, 1.5 കിലോമീറ്ററോളം ഹൈറ്റ് ഉയരമുള്ള ഒരു മലയാണ് ഉഹദ് എന്ന് പറയുന്ന മല. ഈ ഉഹദ് മലയോളം വലിപ്പത്തിൽ ദഹബ് എന്നാണ് ഹദീസിൽ കാണാം, സ്വർണം. ഒരു മനുഷ്യന് കടമുണ്ടെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തന്നെയും ഇത്രമാത്രം വലിയ രൂപത്തിൽ ആർക്കെങ്കിലും ദീന് ഉണ്ടെങ്കിൽ, അഥവാ കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പറയുന്ന ഒരു ദുആ നിങ്ങൾ ചൊല്ലിയാൽ മതി, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ പ്രയാസത്തിലുള്ള കടമാണെങ്കിലും ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല അത് മാറ്റിത്തരുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെയും കടങ്ങൾ വീട്ടി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കൂടെ ചൊല്ലുക. ആദ്യം ഉള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ്. ഒരു ദിവസം കുറഞ്ഞത് 101 പ്രാവശ്യം ആ ആയത്ത് ഓതാൻ ശ്രമിക്കാം. അതേപോലെ പറയുന്ന ദുആ അത് പതിവാക്കാൻ ശ്രമിക്കാം. ഓരോ വഖത്തിന് ശേഷവും കുറഞ്ഞത് 33 പ്രാവശ്യം ഓതുക. മറ്റുള്ള സമയങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ആയിട്ട് ഈ ദുആ ഇങ്ങനെ പതിവാക്കുക. കഴിയുന്നവരൊക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് തഹജ്ജുദിൻ്റെ സമയത്തോ ളുഹാ നിസ്കാരത്തിൻ്റെ സമയത്തോ ഒക്കെ നിസ്കാരത്തിന് ശേഷം സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ദുആ ആവർത്തിച്ച് ചൊല്ലുക. കുറേ പ്രാവശ്യം ആവർത്തിച്ച് ഓതുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് സ്വാഭാവികമായിട്ടും കാണാതെ പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചൊല്ലാൻ ശ്രമിക്കുക. ആദ്യത്തെ ആയത്ത് ഇതാണ്: വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. വ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. ഇതിങ്ങനെ ആവർത്തിച്ച് 101 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ഓതുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദുആയാണ്: اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني رحمة وتغنيني بها عمن سواك. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني رحمة وتغنيني بها عمن سواك.
അല്ലാഹുമ്മ അല്ലാഹുവേ, ഫാരിജൽ ഹമ്മി, ഹമ്മിനെ അഥവാ മനപ്രയാസത്തെ നീക്കുന്നവനെ, കാശിഫൽ ഗമ്മ. ഇവിടെ ഹമ്മും ഗമ്മും എന്ന് പറഞ്ഞാൽ, ഹമ്മ് എന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേകമായ ഒരു കാരണത്താൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം. ഗമ്മ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ വിഷയത്തിലും പ്രയാസമാണ്, അത്തരത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പം ഈ പ്രയാസങ്ങളെ ഒക്കെ മാറ്റുന്നവനായ അല്ലാഹുവേ, മുജീബ ദഅവത്തിൽ മുൽതരീൻ, പ്രയാസപ്പെടുന്ന ആളുകളുടെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നവനെ, റഹ്മാന ദുനിയാ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിലെയും റഹ്മാനായ റബ്ബെ അല്ലെങ്കിൽ റഹ്മത്ത് ചൊരിയുന്നവനെ, വറഹീമഹുമ, ആ ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്ത് ചൊരിയുന്ന റബ്ബെ, അൻത തർഹംനി, നീ എനിക്ക് റഹ്മത്ത് നൽകണം. തർഹംനി റഹ്മത്തൻ, നീ എനിക്ക് ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം എൻ്റെ മേൽ ചൊരിയണം. എന്നിട്ടോ തുഗ്നീനി ബിഹ, ആ ഒരു റഹ്മത്ത്, കാരുണ്യം കൊണ്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണം. അമ്മൻ സിവാക്, ആ ഒരു കാര്യം കൊണ്ട് ഐശ്വര്യവാൻ അഥവാ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ടുന്നൊരവസ്ഥ വരുത്താത്ത രൂപത്തിലുള്ള ഐശ്വര്യം എന്നതാണ് ഗനി അഥവാ ഗിന എന്ന് പറയുന്നത്. അത്തരത്തിൽ എന്നെ നീ ഐശ്വര്യവാനാക്കണേ എന്നതാണ് ഈ ദുആ. ഇത് ആവർത്തിച്ച് 33 പ്രാവശ്യമോ 101 പ്രാവശ്യമോ 1001 പ്രാവശ്യമോ ഒക്കെയായിട്ട് പറ്റുന്നത്രയും ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതരീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹംനി റഹ്മതൻ വതുഗ്നീനി ബിഹാ അമ്മൻ സിവാക്.